Dear students, welcome to my online class. I hope you all are keeping safe. Today I will teach you about switch statement, looping statement and gem statement. So we will go to the slides. Switch statement. The switch enables to select one among several alternatives. It is a multiple statement, that is syntax, switch expression, case value 1, statement 1, break, case value 2, statement 2, break, case value 3, statement 3, break, then default statement. അതായത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് അതിൽ കുറേ ബ്രാഞ്ചസ് വരുന്നുണ്ട്. നോക്കൂ, കേസ് വാല്യൂ 1 അതൊരു ബ്രാഞ്ച് പോലെ, ദെൻ കേസ് വാല്യൂ 2 അതൊരു ബ്രാഞ്ച് പോലെ, കേസ് വാല്യൂ 3 അതൊരു ബ്രാഞ്ച് പോലെ, ദെൻ ഡീഫോൾട്ട്, ഇങ്ങനെ ഒരു ശാഖകൾ പോലെ വരുന്നത് കൊണ്ട് നമ്മളിതിനെ മൾട്ടി പാത്ത് എന്നും പറയും, മൾട്ടി ബ്രാഞ്ചിങ് എന്നും പറയും. അപ്പോൾ സ്വിച്ചിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ ഏത് വാല്യൂസുമായിട്ടാണോ മാച്ച് ആവുന്നത് ആ വാല്യൂസിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ എക്സ്പ്രഷൻ കേസ് വാല്യൂ 1 സ്റ്റേറ്റ്മെൻറ്റും ആയിട്ടാണ് അത് മാച്ച് ആവുന്നതെങ്കിൽ അതിന് നേരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ അടുത്തുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ആ ലൂപ്പിൽ ആ ഒരു ബ്രാക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവും, വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റും എടുക്കില്ല. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ കേസ് വാല്യൂ 2 ആയിട്ടുമാണ് മാച്ച് ആവുന്നതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. അങ്ങനെ അപ്പോൾ ഏത് എക്സ്പ്രഷൻ ഏത് കേസ് വാല്യൂസ് ആയിട്ടാണ് മാച്ച് ആവുന്നത് അതിനനുസരിച്ച് അതിൻ്റെ നേരെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. The expression is evaluated and statements are executed according to the value. If no match is found, then default statement is executed. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റും ആയിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ ഒരു വാല്യൂസും ആയിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ ഡീഫോൾട്ടിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. താഴെ സ്വിച്ച് ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്വിച്ച് ഡേ. അപ്പോൾ ഈ ഡേയുടെ ഉള്ളിൽ നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഡേയുടെ ഉള്ളിൽ ഞാൻ കൊടുത്തിട്ടുള്ള വാല്യൂ, നമുക്ക് ഡേ ഒരു വേരിയബിൾ ആണ്, നമുക്കൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ഡേയുടെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 2 ഡേയുടെ ഉള്ളിൽ 2 ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ആ 2 ഫസ്റ്റ് കേസ് 1 മാച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ 1 എന്ന് പറയുന്നതും 2 എന്ന് പറയുന്നതും ഈക്വൽ അല്ലല്ലോ. സോ സി ഔട്ട് സൺഡേ എക്സിക്യൂട്ട് ചെയ്യില്ല. സോ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് കേസ് 2 ആയിട്ട് മാച്ച് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, ഡേയുടെ ഉള്ളിൽ നമുക്കറിയാം 2 ആണ് കിടക്കുന്നതെന്ന്. അപ്പോൾ ആ 2ഉം കേസിൻ്റെ തൊട്ടടുത്തുള്ള 2ഉം ഈക്വലാണ്. സോ അതിന് നേരെയുള്ള സി ഔട്ട് മൺഡേ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. സോ എന്താണ് ആ മൺഡേ? സി ഔട്ടിൽ കൊടുത്തിട്ടുള്ള മൺഡേ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ദെൻ ബ്രേക്ക്, പിന്നെ അടുത്ത താഴെയുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ദെൻ ബ്രേക്ക് കാണുമ്പോൾ ആ ഒരു ബ്രാക്കറ്റ്സിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. അപ്പം നമുക്ക് ഔട്ട്പുട്ട് എന്ത് വന്നു? നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോ കണ്ടോ, ഓറഞ്ച് കളറിലാണുള്ളത്. സോ മൺഡേ എന്നാണ് നമ്മുടെ ഔട്ട്പുട്ട്. വേറെ ഒന്നും ചെക്ക് ചെയ്യില്ല, ബിക്കോസ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ഡേ എന്ന് പറയുന്ന വേരിയബിൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള വാല്യൂ 3 ആണെങ്കിൽ എന്താണ് ഔട്ട്പുട്ടിൽ വരിക? ട്യൂസ്ഡേ എന്ന് വരും. അപ്പം നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് വരിക? ഇൻവാലിഡ് എൻട്രി എന്നായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. നെക്സ്റ്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്, ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫോർ, വയൽ, ഡു വയൽ. അത് മൂന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് for statement. The for statement is the most commonly used statement in C++. It is an entry controlled loop.
സിൻടാക്സ് എന്ന് പറയുന്നത് ഫോർ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ദെൻ ബോഡി ഓഫ് ലൂപ്പ്. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. സിൻടാക്സ് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാമിൽ അതെങ്ങനെയാണ് എഴുതുന്നത്, അതിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ നേരെ ഇനിഷ്യലൈസേഷൻ വന്നിട്ടുണ്ട്, ടെസ്റ്റ് എക്സ്പ്രഷൻ വന്നിട്ടുണ്ട്, അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രോഗ്രാം ടു പ്രിന്റ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. അതായത് ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അപ്പം ആദ്യത്തെ 10 എന്ന് പറയുമ്പോൾ 0 to 9, അതിൽ 10 വരും. അപ്പം അതെങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക നമുക്ക് നോക്കാം. അത് യൂസ് ചെയ്തിരിക്കുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ലൂപ്പാണ്. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് IOStream നമുക്കറിയാം, ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് ഇൻക്ലൂഡ് IOStream വെച്ചിട്ടാണ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റ് മെയിൻ. ദെൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു, ഇൻറ്റ് ഐ എന്ന് പറയുന്നത് കൊടുത്തു. ഐ എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ് നമ്മൾ ഐനെ പറയാം. എന്താണ്? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ദെൻ ഫോർ ലൂപ്പ് കൊടുത്തു. ദെൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു. അതിനുള്ളിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് എന്ന് പറയുന്നത് സി ഔട്ട് ഐയും സി ഔട്ട് സ്പേസ് വരാൻ വേണ്ടിയിട്ട് 2 എന്ത് കൊടുത്തിട്ടുണ്ട്? കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഇൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിന് ഇൻറ്റ് ഡാറ്റ ടൈപ്പിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഐക്ക് വേണ്ടി 4 bytes ഉള്ള സ്പേസ് നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നു. ഇനി ഫോർ ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ്. ഫസ്റ്റ് ഐ 0 ആക്കിയിട്ടുണ്ട്. അതിലെ കണ്ടന്റ് ഫസ്റ്റ് എന്താണ്? 0. ഇതിന് അടുത്ത കണ്ടീഷൻ, അടുത്ത ടെസ്റ്റ് എക്സ്പ്രഷൻ, ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ. ഫോറിൻ്റെ സിൻടാക്സ് പ്രകാരം ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ, അതാണ് ഐ ഈക്വൽ ടു 0. ദെൻ എന്ന് പറയുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ? ഐ ലെസ് ദാൻ 10. പിന്നെ വരുന്നത് അപ്ഡേഷൻ, ഐ പ്ലസ് പ്ലസ്. അപ്പോൾ ആദ്യം ഐ 0 ആക്കി വെച്ചു. ദെൻ അടുത്തത് 0 ലെസ് ദാൻ 10. ഐ വാല്യൂ 0 അല്ലേ? സോ അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാണ്. 0 ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണല്ലേ? സോ നേരെ ആ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലോട്ട് കടക്കും. നേരെ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലോട്ട് കടന്നു. സി ഔട്ട് ഐ. സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ ഐയുടെ ഉള്ളിലെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ സി ഔട്ട് 0 പ്രിന്റ് ചെയ്യും. വന്നു, ആദ്യത്തെ 0 വന്നു നമ്മുടെ ഔട്ട്പുട്ടിൽ. തൊട്ട് താഴെ സി ഔട്ട് സ്പേസ്, 0 കഴിഞ്ഞ് കുറച്ച് സ്പേസ് കണ്ടോ? ആ സ്പേസ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത്, കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ കുറച്ച് സ്പേസ് വരണം. അപ്പോൾ 0 പ്രിന്റ് ചെയ്തു, സ്പേസും വന്നു. ദെൻ വീണ്ടും ബ്രാക്കറ്റ്സ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ മുകളിലോട്ട് തന്നെ പോകും, ഫോർ ലൂപ്പിലോട്ട് പോകും. കാരണം എന്താ? നമുക്കറിയാം ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട്, ഈ ലൂപ്പ് ബോഡി അതായത് 2 സ്റ്റേറ്റ് സി ഔട്ട് ഐയും സി ഔട്ട് സ്പേസ് വരുന്ന ഈ 2 ലൈൻസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ വരെ? നമ്മുടെ ഈ പറയുന്ന കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആകുന്നത് വരെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് പ്രോഗ്രാമിൽ നമുക്ക് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചു കയറി. ദെൻ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് ഈ അറ്റത്ത് കിടക്കുന്ന ഐ പ്ലസ് പ്ലസ് ആണ് പിന്നീട് എടുക്കുക. അതായത് ഐ 0 എന്നുള്ളത് ഐ പ്ലസ് പ്ലസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 ആവും. സോ ഐ ഇസ് ഈക്വൽ ടു എന്തായി? 0 + 1 എന്ന് പറയുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു 1 ആയി. ദെൻ പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐയിൽ 1 ഇട്ട് കൊടുക്കും. 1 ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ എന്താ? ട്രൂ ആണോ ഫാൾസ് ആണോ? 1 ലെസ് ദാൻ 10 ട്രൂ ആണ് അല്ലേ? സോ നേരെ താഴത്തോട്ട് ഇറങ്ങും, ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് സി ഔട്ട് ഐ.
സി ഔട്ട് ഐയുടെ വാല്യൂ ഇപ്പം എത്രയായി 1 ആയി. അപ്പോൾ 1 പ്രിന്റ് ചെയ്തു. 0 കഴിഞ്ഞ് സ്പേസ് നേരത്തെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇപ്പുറത്തായിട്ട് 1 വന്നു. ദെൻ അടുത്തത് സി ഔട്ട് പിന്നെയും സ്പേസ് വന്നു. ദെൻ ബ്രാക്കറ്റ് പിന്നെയും മുകളിലോട്ട് പോകും. പിന്നെ എന്ത് ചെയ്യുന്നു? I++ ചെയ്യും. I++ എന്ന് പറയുമ്പോൾ I is equal to 1 ആണ്. I++ എന്ന് പറയുമ്പോൾ I is equal to I+1. ദാറ്റ് ഈസ് 1 + 1 എന്ന് പറയുമ്പോൾ I is equal to 2 ആയി. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. 2 less than 10 എന്ന് പറയുമ്പോൾ ട്രൂ ആണ്. വീണ്ടും താഴത്തോട്ട് വന്നു. സി ഔട്ട് ഐയുടെ വാല്യൂ 2 ആണ്, അത് പ്രിന്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ അപ് ടു 9 വരെ പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 9 ആകുമ്പോൾ ചെക്കിങ് നടക്കുമ്പോൾ നോക്കൂ, 9 ലെസ് ദാൻ 10 എന്ന് പറയുന്നത് ട്രൂ ആണ്. താഴത്തോട്ട് വന്ന് സി ഔട്ട് 9 ചെയ്തു. ദെൻ ഐയുടെ വാല്യൂ വീണ്ടും തിരിച്ച് മുകളിലോട്ട് വന്നിട്ട് I++ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 10 ആകും. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 10 ലെസ് ദാൻ 10 എന്ന് പറയുന്നത് എന്താ? ഫോൾസ് ആണ്. സോ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിറ്റ് ചെയ്യും. അപ്പം എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോയിൽ 0 മുതൽ 1 2 3 4 5 6 7 8 9 വരെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. സോ ദിറ്റ് ഈസ് ഫോർ ലൂപ്പ്. Next, while statement. The while loop is an entry control loop. The condition is checked first, and if it is true, the loop will be executed. എന്താ പറയുന്നത്? while loop എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പാണ്. The condition is checked first, and if it is true, then loop will be executed. While expression, body of loop, update expression, bracket close ചെയ്തു. അപ്പോൾ നോക്കൂ, എന്താണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്? വയൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ടാകും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉള്ളിലോട്ട് പോയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്ഡേറ്റ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. എപ്പോഴാണോ എക്സ്പ്രഷൻ ഫാൾസ് ആകുന്നത് അപ്പോൾ ബ്രാക്കറ്റ്സിൽ നിന്ന് എക്സിറ്റ് ആവും. പ്രോഗ്രാം ടു പ്രിന്റ് ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 4 6 8 10 അത് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഏത് ലൂപ്പാണ്? വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് IOStream, ദെൻ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ്, ഇൻറ്റു മെയിൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു, ഇൻറ്റ് ഐ എന്നൊരു വേരിയബിൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് ഐയിൽ എന്ത് വാല്യൂ കൊടുത്തു? 2 എന്നുള്ള വാല്യൂ കൊടുത്തു. അതിക്ക് എന്താ കൊടുത്ത്? 2. വയൽ 2 ഐയുടെ വാല്യൂ 2 ആണല്ലോ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ നോക്കൂ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്ന കണ്ടീഷൻ എന്താ? ട്രൂ ആണോ ഫോൾസ് ആണോ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ട്രൂ ആണ്. സോ അത് ട്രൂ ആയതുകൊണ്ട് നേരെ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലോട്ട് കടന്നു. ദെൻ സി ഔട്ട് ഐയുടെ വാല്യൂ എത്രയാ? 2. അപ്പോൾ സി ഔട്ട് 2 ചെയ്തു. സി ഔട്ട് 2 ഔട്ട്പുട്ട്, ഫസ്റ്റ് 2 ഔട്ട്പുട്ട് വന്നു. ദെൻ / എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അടുത്ത 4 നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേഴ്സർ, മൗസ് പോയിന്റർ അല്ലെങ്കിൽ കേഴ്സർ താഴെ വന്ന് നിൽക്കുന്നുണ്ടാവും. 4 വരുമ്പോൾ അത് താഴെ ആയിട്ടായിരിക്കും വരിക. അതിന് വേണ്ടി നെക്സ്റ്റ് ലൈനിലേക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അത് / എന്തിനാ യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് അവിടെ അത് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ I is equal to I+2 എന്ന് പറയുമ്പോൾ I is equal to എത്ര? ഐയുടെ വാല്യൂ എത്രയാണ്? 2. 2 + 2 4. സോ ഐ വാല്യൂ എന്തായി? 4 ആയി. വീണ്ടും മുകളിലോട്ട് പോകും, ചെക്ക് ചെയ്യും കണ്ടീഷൻ. ഐയുടെ വാല്യൂ 4 ആയിട്ടുണ്ട്. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലോട്ട് കടന്നു. സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ എന്താ? 4 ആണ്. 4 പ്രിന്റ് ചെയ്തു നെക്സ്റ്റ് ലൈനിൽ. ദെൻ വീണ്ടും / എടുക്കുന്നു, അപ്പോൾ കേഴ്സർ താഴെ വന്ന് നിൽക്കും. ദെൻ നെക്സ്റ്റ് ലൈൻ I is equal to I+2, that is I is equal to 4 + 2 എന്ന് പറയുമ്പോൾ 6. I 6 ആയി. വീണ്ടും മുകളിലോട്ട് വന്നു. വയൽ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ട്രൂ ആണ്. താഴത്തോട്ട് വന്നു. സി ഔട്ട് ഐയുടെ വാല്യൂ എത്രയാ? 6 പ്രിന്റ് ചെയ്തു. / നെക്സ്റ്റ് ലൈനിൽ കേഴ്സർ വന്നു. I is equal to I+2, I is equal to 6 + 2, I is equal to 8. വീണ്ടും മുകളിലോട്ട് വന്നു. വയൽ 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്താ? ട്രൂ. താഴത്തോട്ട് വന്നു. സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ എത്രയാ? 8 പ്രിന്റ് ചെയ്തു.
ബാക്ക് സ്ലാഷ് നെക്സ്റ്റ് ലൈനിൽ വന്ന് നിൽക്കുന്നു, കഴ്സർ വന്ന് നിൽക്കുന്നു. ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ടു 8+2 എന്ന് പറയുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു 10. ദെൻ വീണ്ടും മുകളിലോട്ട് പോകുന്നു. ഐ ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 10 ചെക്ക് ചെയ്യുന്നു. 10 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10 ഈക്വൽ ടു ട്രൂ. താഴത്തോട്ട് വന്നു, സി ഔട്ട് ഐ ചെയ്തു. ഐയുടെ വാല്യൂ 10 ആയതുകൊണ്ട് 10 പ്രിന്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ടു പറയുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു 10+2 12 ആയി. ദെൻ 12 കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ്. സോ പിന്നെ എക്സിക്യൂഷൻ നടക്കില്ല, അവിടെ നിന്ന് എക്സിറ്റ് ആയി. അപ്പോഴേക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ എന്ത് വന്നു? 2 4 6 8 10. സോ ദിസ് ഈസ് ദ പ്രോഗ്രാം to print first 10 even numbers, okay, using while loop. Next, do while loop. The do while loop executes statement before the expression is tested. അതായത് ഇവിടെ നോക്കൂ, സിൻടാക്സ് do statements then while expression. അപ്പോൾ ഇതിൽ do കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. വയൽ താഴെയാണ് ചെക്ക് ചെയ്യുന്നത്. ഡു ഫസ്റ്റ് ഡു എഴുതും, പിന്നെ അടിയിലാണ് വയൽ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യത്തെ വയലിൽ മുകളിൽ തന്നെ വയൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതിൽ എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലോട്ട് കിടക്കുക. പക്ഷെ ഇതിൻ്റെ കേസിൽ ഏറ്റവും ലാസ്റ്റാണ് എന്ത് ചെക്ക് ചെയ്യുന്നത്? ലാസ്റ്റാണ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത്. സോ program to print first 10 even numbers. നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം ഡു വയൽ വെച്ച് ചെയ്യാണ്. include IO stream using namespace standard into main brackets open ചെയ്തു. int I is equal to 2. do brackets open ചെയ്തു. see out I 2 വന്നു. okay, then അടുത്ത അപ്ഡേറ്റ് എക്സ്പ്രഷൻ I is equal to I plus 2 പറയുമ്പോൾ I 4 ആയി. ഇവിടെ ശ്രദ്ധിച്ചോ, ഡു കഴിഞ്ഞൊരു എക്സ്പ്രഷൻ ഒന്നുമില്ല. എക്സ്പ്രഷൻ താഴെ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഐ ഈക്വൽ ടു ഐ പ്ലസ് 2 കഴിയുമ്പോൾ ഐ 4 ആയി. ഐ ഓൾറെഡി 2 ആണല്ലോ, നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ I 2 പ്രിന്റ് ചെയ്തു. ദെൻ സ്പേസ് വരുന്നുണ്ട്, ഇടയിൽ ഒരു സ്പേസ് വരണം 4 പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ദെൻ അപ്ഡേറ്റ് എക്സ്പ്രഷൻ, അതായത് ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 2. അതായത് എന്തായി? ഐ ഈസ് ഈക്വൽ ടു 2 + 2 പറയുമ്പോൾ 4 ആയി. ഐ ഈസ് ഈക്വൽ ടു 4 ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തു. വയൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്രാക്കറ്റ്സിൻ്റെ ഏറ്റവും താഴെയായിട്ടാണ്. അപ്പോൾ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ എന്താ? ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. അപ്പോൾ വീണ്ടും ഈ ഡു ചെയ്യും. ഡൂയിലോട്ട് വന്ന് സി ഔട്ട് ഐ. സി ഔട്ട് അപ്പോൾ ഐ എത്രയായിരുന്നു? 4 ആണ്. 4 പ്രിന്റ് ചെയ്തു. ദെൻ വീണ്ടും സ്പേസ് വന്നു. I is equal to I plus 2. That is, I is equal to 4 plus 2, I is equal to 6. While 6 less than or is equal to 10. എന്ന് പറയുമ്പോൾ ട്രൂ അല്ലേ? വീണ്ടും മുകളിലോട്ട് വന്നു. ഡു താഴെ വന്നു. സി ഔട്ട് ഐ. ഐ എത്രയാ? 6. അത് പ്രിന്റ് ചെയ്തു. ദെൻ അതുപോലെ പിന്നെയും I is equal to I plus 2 I. 6 plus 2 8. ദെൻ 8 ലെസ് ദാൻ or is equal to 10. ട്രൂ ആണ്. വീണ്ടും ഡു ചെയ്യുന്നു. ദാറ്റ് ഈസ് സി ഔട്ട് ഐ പറയുമ്പോൾ 8 പ്രിന്റ് ചെയ്തു. സ്പേസ് വന്നു. ദെൻ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 2. ദാറ്റ് ഈസ് 8 + 2 10. ഐ ഈസ് ഈക്വൽ ടു 10. 10 ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ട്രൂ ആണ്. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. സി ഔട്ട് ഐ വരുമ്പോൾ 10. ദെൻ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 2. 10 + 2 പറയുമ്പോൾ 12 ആയി. ദെൻ 12 ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 10 കണ്ടീഷൻ തെറ്റാണ്. അത് എക്സിക്യൂട്ട് ചെയ്യില്ല, പിന്നെ മുകളിലോട്ട് പോവില്ല. സോ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് പ്രോഗ്രാം ക്ലോസ് ചെയ്യാം. അപ്പോൾ പ്രോഗ്രാം ക്ലോസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ എന്ത് വന്നു? ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. കാരണം എന്താ? എക്സിറ്റ് ചെയ്യാൻ അവിടെയാണ് ഇതിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് കൺട്രോൾ വരുന്നത് അല്ലേ? സോ അതുകൊണ്ട് ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ് ആർ എൻട്രി കൺട്രോൾ. ബിക്കോസ് അതിൻ്റെ എൻട്രി വരുമ്പോൾ തന്നെ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് എൻട്രി എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് കടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഡു വൈൽ ലൂപ്പ് എന്താ? ഏറ്റവും താഴെ ചെക്കിങ് നടക്കുന്നതുകൊണ്ടാണ് അത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. കാരണം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റാണ് അവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെന്ത് പറയുന്നു? എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നു.
Difference between do while and while loop. In the while loop, the condition is tested and the body gets executed. നമുക്കറിയാം while loopൽ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്ത ട്രൂ ആണെങ്കിലാണ് നമ്മൾ ബോഡിയുടെ ഉള്ളിലോട്ട് കിടക്കുന്നത് അല്ലേ, ദെൻ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇൻ ഡു while loop, the condition is checked at the end of the loop. ലാസ്റ്റ് ഡു കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. The do while loop execute at least one time even if the condition is false. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പോലും ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് നമ്മൾ ഏത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ലൂപ്പ് ബോഡി ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. നെക്സ്റ്റ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. The conditional operator is a ternary operator. അതായത് that is it takes 3 operands. 3 operands ഉണ്ട്. The general form is കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ പാർട്ട്, ഫോൾസ് പാർട്ട്. ഇതാണ് അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ പാർട്ട് ആണെങ്കിൽ കോളൻ, ഫോൾസ് പാർട്ട് ആണെങ്കിൽ സെമി കോളൻ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നതെന്ന്. The condition is a Boolean expression. The condition is a Boolean expression. If it is true, Boolean expression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അങ്ങനെയുള്ള എക്സ്പ്രഷനെയാണ് എന്ത് പറയുന്നത്, ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് ട്രൂ, ദ റിസൾട്ട് ഈസ് ദ ട്രൂ പാർട്ട്, എൽസ് ദ റിസൾട്ട് ഈസ് ദ ഫോൾസ് പാർട്ട്. ട്രൂ ആണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ പാർട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഫോൾസ് പാർട്ടായിരിക്കും. നമുക്ക് നോക്കാം. കണ്ടീഷൻ, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് ഭാഗമാണ് എടുക്കുക, ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ട്രൂ പാർട്ട് എടുക്കും. അല്ല കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ട്രൂ പാർട്ട് അല്ല എടുക്കുക, ഫോൾസ് പാർട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരിക. ഓക്കെ, എക്സാമ്പിൾ ഫൈനൽ സി ഈസ് ഈക്വൽ ടു, ഇനി കണ്ടീഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിരുന്നു, C1 ഗ്രേറ്റർ ദാൻ C2 ക്വസ്റ്റ്യൻ മാർക്ക് C1 കോളൻ C2. എന്താ പറയുന്നത്, C1 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വാല്യൂ, നമ്മൾ താഴെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് 19. അപ്പോൾ 19 ഗ്രേറ്റർ ദാൻ 17. സംഭവം എന്താണ്, ട്രൂ ആണോ ഫോൾസ് ആണോ? 19 ഗ്രേറ്റർ ദാൻ 17 ട്രൂ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഫൈനൽ സിയിൽ ആൻസർ വരിക, CE1 ആണ് സ്റ്റോർ ചെയ്യുക ഫൈനൽ സിയിൽ. നമുക്കറിയാം ട്രൂ ആണെങ്കിൽ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സി എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുക. അല്ല ഈ C1 ഗ്രേറ്റർ ദാൻ C2 ഫോൾസ് ആണ് കണ്ടീഷനെങ്കിൽ C2 ആണ്, C2 ഉള്ളിലെ കണ്ടന്റ് ആണ് ഫൈനൽ സി എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, C1 അല്ലേ, ബിക്കോസ് C1 19 ഉള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ്, അപ്പോൾ തൊട്ടടുത്തുള്ള C1 ആണ് ഫൈനൽ സിയിൽ സ്റ്റോർ ചെയ്യുക. ദിസ് ഈസ് conditional operator. Jump statements are used to jump unconditional. Jump statements are used to jump unconditionally to a different statement. It is used to alter the flow of control unconditionally. There are 3 types of jump statements in C++: break, continue and go to. അതായത് ഒരു പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് വേറെ ഭാഗത്തോട്ട് അതിൻ്റെ എക്സിക്യൂഷൻ മാറ്റി വിടേണ്ടി വരും. ഓക്കെ, അതാണ് ജമ്പ്. പേരിൽ തന്നെ ഉണ്ട് ജമ്പ്. എന്താണ് ചാടുന്ന, ഐ മീൻ ഒരു പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പൊസിഷൻ മാറി വേറൊരു ഭാഗത്തേക്ക് പോയി ആ ഭാഗം ആ ഒരു കുറച്ച് ലൈൻസ് എക്സിക്യൂട്ട് ചെയ്തേണ്ടി വരും. അതിനെയാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ടെർമിനേറ്റ് എ ലൂപ്പ് ഓർ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ എന്തിനാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടത് നിർത്തുകയാണ്. അവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ താഴെയുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല, ബ്രാക്കറ്റ്സിൻ്റെ പുറത്തോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ടെർമിനേറ്റ് ചെയ്യുക, അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യുക. ബ്രേക്ക്, നമ്മുടെ സ്വിച്ചിൽ ബ്രേക്ക് യൂസ് ചെയ്യുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കേസസുമായിട്ടത് മാച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നേരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നെ താഴെയുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു കണ്ടിന്യൂ ടു ദ ബിഗിനിങ് ഓഫ് എ ലൂപ്പ്. When a continuous statement is executed in a loop, it skips the remaining statements in the loop and proceeds with the next iteration of the loop. അതായത് കുറച്ച് പ്രോഗ്രാം നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് വിചാരിക്കുക, കുറേ ലൈൻസ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ
വീണ്ടും ആ മുകളിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, സെക്കൻഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, ദെൻ നിങ്ങൾ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്തതെങ്കിൽ വീണ്ടും ആ മുകളിലുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട്, എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൂടെ കൊടുക്കും, കണ്ടിന്യൂൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൂടെ കൊടുക്കും. ആ കണ്ടീഷൻ വീണ്ടും മുകളിലുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് മുകളിലേക്ക് പോകും, വീണ്ടും മുകളിലോട്ട് പോയിട്ട് ആ 2 ലൈൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇപ്പം കഴിഞ്ഞ രണ്ട് ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. Go to statement is used for unconditional jump. It transfers the control from one part of the program to another. അതായത് ഒരു ഭാഗത്ത് നിന്ന് പെട്ടെന്ന് വേറൊരു ഭാഗത്തിലോട്ട് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ മാറണം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി ആ ഭാഗം പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ദെൻ ഇൻറ്റ് I is equal to 1 സ്റ്റാർട്ട്. നമുക്ക് നോക്കാം ഈ പ്രോഗ്രാം എങ്ങനെയാണെന്ന്. cout I ++ I if I less than equal to 50 go to start. അതായത് ഫസ്റ്റ് ഒരു വേരിയബിൾ, ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ പേരെന്താ I, അതിലെന്ത് കൊടുത്തു, 1 കൊടുത്തു. ദെൻ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒരു ലേബൽ, അത് നമുക്ക് ആവശ്യമുണ്ട്, നോക്കാം എങ്ങനെയാണ് ആവശ്യം, അവിടെ എഴുതി വെച്ചു. സ്റ്റാർട്ട് ഇട്ട് ഒരു കോളൻ ഇട്ടു. ദെൻ cout I, ഐയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ cout ഐയുടെ ഉള്ളിലെ വാല്യൂ 1 ആണ്. cout I എന്ന് പറയുമ്പോൾ 1 പ്രിൻ്റ് ചെയ്തു. ദെൻ സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ദെൻ ++ I, ++ I എന്ന് പറയുമ്പോൾ I is equal to I+2, സോറി I+1. അപ്പോൾ 1+1 എന്ന് പറയുമ്പോൾ I എന്തായി, 2 ആയി. ദെൻ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇഫ് 2 ലെസ് ദാൻ ഈക്വൽ ടു 50, കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ, ട്രൂ ആണ്. സോ ഗോ ടു സ്റ്റാർട്ട്. കണ്ടോ, ഗോ ടു, ഇപ്പോൾ അവിടെ ഗോ ടു കൊടുത്തു, ഗോ ടു കൊണ്ട് എന്താ കൊടുത്ത്, സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ നേരെ സ്റ്റാർട്ടിൻ്റെ അങ്ങോട്ട് പോകും. ദെൻ തൊട്ട് താഴെ പോയി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ cout I, വീണ്ടും I cout ചെയ്യാൻ പറഞ്ഞു. I2 ആയിട്ടുണ്ടല്ലേ, സോ I2 പ്രിൻ്റ് ചെയ്തു. ദെൻ അടുത്തത് I ഈക്വൽ ടു, വീണ്ടും I ഇൻക്രിമെൻറ്റ് I3 ആയി. ദെൻ 3 ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 50 എന്ന് പറയുന്നത് എന്താ, ട്രൂ ആണ്. ദെൻ വീണ്ടും ഗോ ടു സ്റ്റാർട്ട്, cout 3 ചെയ്തു. ദെൻ വീണ്ടും I4 ആയി. 4 ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 50, വീണ്ടും അത് ഗോ ടു സ്റ്റാർട്ട്, cout 4. ദെൻ വീണ്ടും I++ ആയി, അപ്പോൾ I5 ആയി. ദെൻ 5 ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 50, ട്രൂ ആണ്, ഗോ ടു സ്റ്റാർട്ട്, cout 5. അങ്ങനെ പ്രിൻ്റ് ചെയ്ത് എവിടം വരെ എത്തും, 50, ഐയുടെ വാല്യൂ 50 ആകുന്നത് വരെ ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടോ, അപ്പോൾ ഗോ ടു എന്ന് പറയുന്നത് എന്തിനാ, ഇങ്ങനെ അവിടെ നിന്ന് തൊട്ട് താഴെ നിന്ന് നേരെ വേറൊരു ഭാഗത്തേക്ക് ജമ്പായി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. Yes students, that's all for today. If you have any doubt, please call me. Thank you.